ദനഹ 3-ാം ഞായർ യോഹന്നാൻ 1:29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പെടുത്തലിൻ്റെ 3-ാം ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. അത് യോഹന്നാൻ മാംദാന വഴിയുള്ള വെളിപ്പെടുത്തലിൻ്റെ സാക്ഷ്യമാണ്. അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയതും ഉൾക്കൊണ്ടതുമാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത്. ജനങ്ങൾക്ക് മാമ്മോദിസ നൽകിയിരുന്നത് കൊണ്ടാണ് യോഹന്നാന് മാംദാന എന്ന പേര് ലഭിച്ചത്. ഒരാൾ തൻ്റെ പിന്നാലെ വരുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഒരുക്കത്തിൻ്റെ മാമ്മോദിസയാണ് അനുതാപികൾക്ക് അദ്ദേഹം നൽകിയത്. ജലം കൊണ്ടുള്ള മാമ്മോദിസ ആയിരുന്നു അത്. ജലം ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ജീവൻ ഉത്ഭവിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും ആവശ്യമായ ഒരു അടിസ്ഥാന ഘടകമാണ് ജലം. മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതുമായ പ്രകൃതി സമ്പത്താണ് ജലം. കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ കൈകളാണ് അതിൻ്റെ സ്പർശനം ഏറ്റവും കൂടുതലായും കൂടെയും അനുഭവിക്കുന്നത് എന്ന ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. ദിവസത്തിൽ പല പ്രാവശ്യം കൈ കഴുകാത്തവർ ഉണ്ടോ? ആവശ്യം വരുമ്പോൾ ഒരു കപ്പ് കയ്യിലില്ലെങ്കിൽ കൈകൾ കൂപ്പിപ്പിടിച്ച് ഒരു താലമുണ്ടാക്കി നമുക്ക് വെള്ളം കുടിക്കാം, മുഖം കഴുകാം. കൈകളിൽ വെള്ളം സമാഹരിച്ച് അത് വിശ്വാസികളുടെ തലയിൽ ഒഴിച്ചിട്ടായിരിക്കും യോഹന്നാൻ അനുതാപികൾക്കുള്ള മാമ്മോദിസ നൽകിയിരുന്നത്. കർത്താവിന് മാമ്മോദിസ നൽകിയതും അങ്ങനെയായിരിക്കാം. ജലം കൊണ്ട് മാമ്മോദിസ നൽകിയിരുന്ന യോഹന്നാന് അതിൻ്റെ അപര്യാപ്തതയെക്കുറിച്ചും അപൂർണതയെക്കുറിച്ചും അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇവനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകിയത്. ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നത്. ഈ വാക്കുകളിൽ നിന്നെല്ലാം വെളിപ്പെടുന്നത്, ഒന്നാമതായി ജലം മാത്രം ഉപയോഗിച്ചുള്ള മാമ്മോദിസ ഒരു തുടക്കം മാത്രമാണെന്നും അരൂപിയിലുള്ള മാമ്മോദിസയാണ് അതിനെ പൂർത്തീകരിക്കുന്നതെന്നുമാണ്. അരൂപി മുകളിൽ നിന്നാണ്, ജലമാകട്ടെ താഴെ നിന്നും. രണ്ടാമതായി യോഹന്നാൻ്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത് അദ്ദേഹം എല്ലാറ്റിനും സാക്ഷിയാണ് എന്ന സത്യവും ഏറ്റുപറച്ചിലുമാണ്. അങ്ങനെ മാംദാന സാക്ഷിയാവുകയാണ്. സാക്ഷി എന്ന വാക്കിൻ്റെ ഉൽപ്പത്തിയും ഉൾക്കാഴ്ചയും ഇവിടെ ചിന്താവിഷയമാക്കേണ്ടതാണ്. സാക്ഷി എന്ന വാക്കിന് സ്വന്തം കണ്ണുകളെന്നും സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നവനെന്നും അർത്ഥമുണ്ട്. ദൃക്സാക്ഷി എന്ന വാക്ക് അതിന് പകരം നിൽക്കുന്നു. കാണുക മാത്രമല്ല, അറിഞ്ഞനുഭവിക്കുക, കേൾക്കുക, സ്പർശിക്കുക, അതുവഴി ഒരു സംഗതിയുടെ സത്യാവസ്ഥ തിരിച്ചറിയുക എന്നൊക്കെ അതിന് വിശാലാർത്ഥമുണ്ട്. രക്തസാക്ഷിയായ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ നമ്മുടെ പള്ളികളിൽ ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടമാണിത്. രക്തം ചിന്തി കർത്താവിന് സാക്ഷി നൽകിയവനാണ് സെബസ്ത്യാനോസ്. അനേകം രക്തസാക്ഷികളുണ്ട് സഭയിൽ ആദരിക്കപ്പെടുന്നവരായി. രക്തം ചിന്നുന്നതുവരെ സഹനം ഏറ്റുവാങ്ങി സത്യത്തിനും സ്നേഹത്തിനും സാക്ഷി നൽകിയവരാണ് രക്തസാക്ഷികൾ. സാക്ഷിയാകുക എന്ന വാക്കിൻ്റെ പൂർണ്ണാർത്ഥം ഇവിടെ വെളിപ്പെടുകയാണ്. യോഹന്നാൻ മാംദാനയും പിന്നീട് രക്തസാക്ഷിയായി. അങ്ങനെ യോഹന്നാൻ മാംദാന എന്ന പേരിനും സാക്ഷി എന്ന പേരിനും അർഹനായി. ഇന്നത്തെ സുവിശേഷം ആകമാനം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ്. അദ്ദേഹം കണ്ടതും കേട്ടറിഞ്ഞതും അടുത്തറിഞ്ഞതും എല്ലാം അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. കാണാത്തതിനും അദ്ദേഹം സാക്ഷി നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് അദൃശ്യവും ദൃശ്യവുമായ ഒന്നിൻ്റെ വെളിപ്പെടുത്തലാണ്. ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ ബാഹ്യമായി കണ്ടറിഞ്ഞപ്പോൾ അദ്ദേഹം സ്വർഗത്തെയും സ്വർഗീയ പിതാവിൻ്റെ സാക്ഷ്യത്തെയും ഈശോയുടെ ദൈവപുത്ര സ്ഥാനത്തെയും ആന്തരികതയിൽ ദർശിച്ചു. അതിനാണ് അദ്ദേഹം സാക്ഷി നൽകിയത്. അദ്ദേഹം ആ ദർശനത്തിലൂടെ ഏറ്റവും വിനീതനായി ഏറ്റുപറഞ്ഞു, അവൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവന് വഴിയൊരുക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ്. അവൻ വളരുകയും ഞാൻ ചെറുതാകുകയും ചെയ്യണം. നീ ആരെന്ന് ജനം ചോദിച്ചപ്പോൾ ഈ മനോഭാവത്തോടെ അദ്ദേഹം അവർക്ക് സാക്ഷി നൽകുകയാണ്, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ഏലിയായോ പ്രവാചകനുമല്ല, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം മാത്രമാണ്.
ഒരു പ്രവാചക ശബ്ദമെന്ന് പറയുന്നത് ഒരാളുടെ ആന്തരിക ശബ്ദമായിരിക്കാം. ആ ശബ്ദം അദ്ദേഹത്തിന് ഒരു ദൗത്യം നൽകുകയാണ്: വിളിച്ചു പറയാൻ, ഏറ്റുപറയാൻ, വഴിയൊരുക്കാൻ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പ്രത്യക്ഷപ്പെടുന്നില്ല. യോഹന്നാനെ കൊണ്ടും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ളത്. സാക്ഷ്യവും ഒരു വെളിപ്പെടുത്തലാണ്. ഒരുവൻ കണ്ടറിഞ്ഞതാണ് അയാൾ വെളിപ്പെടുത്തുന്നത്. അത് വിസ്മരണീയമെങ്കിൽ, അത് വിശ്വാസ്യമെങ്കിൽ നമ്മൾ അത് ഏറ്റെടുക്കണം. അപ്പോൾ അത് വിശ്വാസ വിഷയമാകും. വിശ്വാസത്തിലൂടെ എത്തിച്ചേരുന്ന ഉൾക്കാഴ്ചയും ഒരു വെളിപ്പെടുത്തലാണ്. നമ്മുടെയെല്ലാം വിശ്വാസത്തിൻ്റെ ആധാരം ആന്തരികതയിൽ നമ്മൾ അനുഭവിക്കുന്ന വെളിപാടാണ്. നമ്മൾ സമ്പാദിക്കുന്ന അറിവിനും അതുവഴി നമ്മൾ എത്തിച്ചേരുന്ന വിശ്വാസത്തിനും വെളിപാടിൻ്റെ പ്രകാശവും സാന്നിധ്യാനുഭവവും സൗരഭ്യവുമുണ്ട്. ഇന്ന് നമ്മൾ കർത്താവിനെ അനുഭവിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. എന്നാൽ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന സാക്ഷ്യങ്ങളിലൂടെയാണ്. ഇന്നും ഈ സാക്ഷ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വിശ്വാസം അങ്ങനെ ദർശനാനുഭവമാകുന്നു. ഈ ഒരു ഉൾക്കാഴ്ചയിലേക്കാണ് ധനഹായിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ സുവിശേഷം നമ്മെ നയിക്കുന്നത്. യോഹന്നാൻ മാംദാനയുടേതുപോലെ തന്നെ നമ്മുടെ വിശ്വാസവും ഒരു ഏറ്റുപറച്ചിലാണ്. കർത്താവിൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിച്ചുമാറ്റി ആത്മീയമായി പാദസേവ നടത്തി അവിടുത്തെ മുമ്പേ പോയി മുന്നോടിയായി പിന്നാലെ വരുന്നവൻ്റെ വലിപ്പത്തെയും മഹത്വത്തെയും വിളിച്ചു പറയുന്ന മനോഭാവമാണ് വിശ്വാസം. അതൊരു ഏറ്റുപറച്ചിലാണ്. ദൈവത്തിനു മുമ്പിൽ നമ്മുടെ ചെറുമയെ അംഗീകരിച്ച് ഏറ്റുപറയുന്നതാണത്. മുമ്പേ ഓടാനുള്ള തീക്ഷ്ണതയും വിളിച്ചു പറയുവാനുള്ള ഹൃദയത്തിൻ്റെ സന്തോഷം തിമിർപ്പുമാണ് വിശ്വാസം. ഇന്ന് വിശ്വാസം എങ്ങനെയെല്ലാമാണ് നമ്മൾ ഏറ്റുപറയേണ്ടത്? കർത്താവിനെക്കുറിച്ച് കേട്ടറിഞ്ഞവർ മാത്രമായിട്ടല്ല, അനുഭവിച്ച് അടുത്തറിഞ്ഞവരായിട്ടായിരിക്കണം നമ്മൾ വിശ്വാസത്തെ ഏറ്റുപറയുവാൻ. നമ്മുടെ വിശ്വാസം ആഴപ്പെടണം. അതായത് അത് ഉൾക്കാഴ്ചയിലേക്ക്, ഇൻസൈറ്റിലേക്ക് എത്തിച്ചേരണം. ആ ഉൾക്കാഴ്ചയിൽ നമ്മൾ കർത്താവിനെ നമ്മുടെ മധ്യത്തിൽ കാണണം. നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽപ്പുണ്ട് എന്ന് യോഹന്നാൻ അന്ന് സാക്ഷ്യപ്പെടുത്തി. ഇന്നും അവിടുന്ന് നമ്മുടെ ഇടയിലുണ്ടെന്ന് നമ്മുടെ വിശ്വാസം നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ സേവകരെന്നും നമ്മേക്കാൾ താഴെയുള്ളവരെന്നും നമ്മുടെ പിന്നാലെ വരാൻ മാത്രം യോഗ്യരെന്നും ഒക്കെ കരുതുന്നവരിൽ അവിടുത്തെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നതാണ് വിശ്വാസം. ഈ എളിയവർക്ക് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്കാണ് നിങ്ങൾ ചെയ്തത് എന്ന് കർത്താവ് പിന്നീട് ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രകാശം വീശുന്നതാണ്. ഇന്ന് സഭയിലെ പ്രഖ്യാപിത വിശ്വാസം പാരമ്പര്യത്തിൻ്റെ ഭാഗവും സമ്പത്തുമായി നമ്മൾ കരുതുന്നു. അതിൻ്റെ പ്രഖ്യാപിത ഔന്നത്യത്തിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഒപ്പം നമ്മൾ പലരെയും പലതിനെയും അവഗണിക്കുന്നു. വിശ്വാസം അധികാരവുമായി കൂട്ടിക്കുഴയ്ക്കപ്പെട്ട് അന്യവൽക്കരിക്കപ്പെടുന്നില്ലേ? അതുവഴി അത് അധികാരത്തിനും അധികാരികൾക്കും ദാസിയാകുന്നില്ലേ? സ്ലേവറി ആകുന്നില്ലേ? അങ്ങനെയൊരു കാഴ്ചപ്പാടിൽ ചെരിപ്പഴിക്കാനും ചെരിപ്പിട്ടുകൊടുക്കുവാനും മാത്രം വിധിക്കപ്പെട്ടവരല്ലേ വിശ്വാസികൾ? ആടുകൾക്ക് മുമ്പേ പോയാലും പിമ്പേ പോയാലും ഇടയൻ ആടുകളോടൊപ്പം താഴ്ന്നിറങ്ങുന്നവനാകണം. മുമ്പേ പോകുന്നത് വഴി കാണിക്കുവാൻ, പിമ്പേ പോകുന്നത് പുറത്തേക്കും പുൽത്തകിടികളിലേക്ക് നയിക്കുവാൻ, ഇടയനായിരിക്കുന്നത് ആടുകൾക്കിടയിലായിരിക്കുവാൻ. എല്ലാ ഇടയന്മാരും ഉൾക്കൊള്ളേണ്ട ഉൾക്കാഴ്ചയാണിത്. നടന്നു മടുത്തവൻ്റെ കാല് കഴുകുമ്പോഴാണ് അവൻ്റെ ജീവിതയാത്രയുടെയും അധ്വാനത്തിൻ്റെയും ഗന്ധവും ദൈന്യതയും നമ്മൾ അടുത്തറിയുന്നത്. ഒരുവൻ്റെ കാലിൽ നിന്നും ചെരുപ്പിൻ്റെ വള്ളികൾ അഴിച്ചു മാറ്റുന്നത് ആ കാലുകൾക്ക് ആശ്വാസം നൽകുവാനാണ്, പരിചരിച്ച് അവയ്ക്ക് ഉണർവ് നൽകുവാനാണ്, അടുപ്പമറിയുവാനും അറിയിക്കുവാനുമാണ്. മുമ്പേ ഓടാനുള്ള പ്രേരണ എന്ന് പറയുന്നത് ആന്തരികതയിൽ അനുഭവിക്കുന്ന അറിവും അത് ഉളവാക്കുന്ന സന്തോഷവുമാണ്. അത് ഏറ്റുപറച്ചിലും പ്രഘോഷണവുമാണ്. പ്രഘോഷിക്കേണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് വിളിച്ചു പറയുന്നതാണ്. കാണിക്കേണ്ടത് അദൃശ്യനായ ദൈവാരൂപി രൂപം പ്രാപിക്കുന്നതാണ്. നിഷ്കളങ്കതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രൂപം കൈക്കൊള്ളുന്ന പ്രാവ് എത്ര കുഞ്ഞുങ്ങളുടെയും ചെറിയവരുടെ മേൽ വന്നിറങ്ങുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം എന്ന് കർത്താവിനെ വെളിപ്പെടുത്തുന്നത്. വിശ്വാസം എന്നും ഒരു വെളിപ്പെടുത്തലിൻ്റെ അനുഭവവും വെളിപ്പെടുത്തലുമായിരിക്കണം. എല്ലാ അകലങ്ങളെയും വെട്ടിച്ചെടുക്കുന്നതായിരിക്കണം വിശ്വാസം. അപ്പോൾ വിശ്വാസം ദർശനമാകും, വിശ്വാസം സ്പർശനമാകും, വിശ്വാസം അനുഭവമാകും.
ഏവർക്കും ഞായറാഴ്ച ഒരുക്കി വച്ചിരിക്കുന്ന ആ വലിയ വെളിപ്പെടുത്തൽ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.